രാവിലെ എന്ന് പറഞ്ഞാൽ ഇത് രാത്രി ഇത് ആനവനെ നോക്കി ചിന്തൂർ നമുക്ക് ഉറങ്ങാൻ പറ്റും. അത്ര വിഷമിച്ചാണ് ഇവിടെ കിടക്കണം, പേടിച്ചിട്ട് കിടക്കണം ഇവിടെ. ഞങ്ങളുടെയൊക്കെ പടം എപ്പം വിദ്യ തൂങ്ങുമെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി, അത്രയും ഭീതികരമായിട്ടാണ് ഇവിടെ ജീവിതം. എന്നും വിസ്തൂർവാന കാണണമെന്നൊരാഗ്രഹം മനസ്സിൽ, പക്ഷേ ഇപ്പോൾ ഒരു ഭയപ്പാട് ഉള്ളിലുണ്ട്. അപ്പോൾ വയനാട്ടിലൊരു കൊച്ച് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ കൊച്ച് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഈ ഭരണാധികാരികൾക്ക്, ജനപ്രതിനിധികൾക്ക് കാട്ടിലെ മൃഗങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കുന്നതായിരിക്കും നല്ലത്. ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കാൻ ഇവർക്ക് യാതൊരു അർഹതയും ഉള്ളതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. അവിടെ നിന്നും ഇവിടുന്നും പിടിക്കുന്ന മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന മന്ത്രിമാരും ജനപ്രതിനിധികളും ഉറക്കം തൂങ്ങി നിയമസഭയിലിരുന്ന് ഇതൊന്നും ഞങ്ങളൊന്നും അറിഞ്ഞില്ല ദേവനാരായണ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. ഇന്നലെ രാത്രി ആന കയറി കുട്ടപ്പൻചാൻ്റെ പറമ്പിലേക്ക്, അല്ലേ? വീട്ടിലേക്കാണ് കയറിയത്. എന്താ ചെയ്തത്? പറമ്പിലേക്കാണ് കയറിയത്. ഇന്നലെ രാത്രി വന്ന് പറമ്പിൽ കയറി വാഴയെല്ലാം വലിച്ചു പിടിച്ച് കുറച്ച് ദിവസം ഞാൻ ഇവിടെ വളവിൽ വന്നു. ദിവസം നിരന്തരം വരുന്നുണ്ട്. ഇന്നൊരു ദിവസമല്ല, ഇന്നലെ വന്ന് ഇവിടെ ഒരു വാഴ പറിച്ചിട്ട് പോയി, പറിച്ച് ചാടിച്ചു. അത് ആദ്യം കണ്ടത് അത് കാണും. അത് ഇന്നലെ ചെയ്തത്. അത് കൂടാണ്ട് ഇവിടെ വേറെ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ തലേ 2 ദിവസം മുമ്പ് അത് പറിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞ് ഇന്നലെ പറിച്ചു. പിന്നെ അത് കൂടാതെ ഇവിടെ ഈ വളവിൽ 2-3 പ്രാവശ്യം വന്ന് പല പ്രാവശ്യങ്ങളിൽ ഇവിടെ വന്ന് പോകുന്നുണ്ട്. ഈ വഴിക്കടെ വന്ന് ഇവിടെ പുഴയിൽ നിന്ന് കയറും. അപ്പോൾ അതിൽ ഇറങ്ങി ഇവിടെ വരും, ഇവിടെ നിന്ന് ഇറങ്ങി വരും, ഈ തോട്ടത്തിൽ നിന്ന് ഇറങ്ങി വരും, ചിലപ്പോൾ അതുവഴി ഇങ്ങോട്ട് വരും. അങ്ങനെ പല വഴികളെ ആന വരുന്നത്. ഒരു കൂട്ടമല്ല, പല കൂട്ടങ്ങളാണ്. ഒരു രക്ഷയില്ല ജീവിക്കാൻ. ജീവിക്കാൻ യാതൊരു രക്ഷയില്ല. കാരണം ഇത് നിരന്തരം ഇതാണ്, നമുക്ക് ഉറങ്ങാനും പറ്റണില്ല. ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞാൽ ഇത് രാത്രി ഇത് ആനവനെ നോക്കി ചിന്തൂർ നമുക്ക് ഉറങ്ങാൻ പറ്റും. അത്ര വിഷമിച്ചാണ് ഇവിടെ കിടക്കണം, പേടിച്ചിട്ട് കിടക്കണം ഇവിടെ. എന്നൊന്ന് ആലോചിച്ച് നോക്കി, ഈ ആന വന്നിട്ട് നമുക്ക് ഒന്ന് മാറാൻ പോലും സ്ഥലമില്ല. ഞങ്ങളെ ഓടണം കൂടെ നമുക്ക് ആന ചവിട്ടിക്കൂല്ലാണ്ട് വേറെ മാറുമൊന്നുമില്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് അതേപോലെ ബുദ്ധിമുട്ട് ഞങ്ങൾ കഴിയണേ. അത്രയ്ക്ക് കഷ്ടപ്പെടാൻ പേടിച്ച് വിരച്ച്. ഇത് കാണാൻ വീട്, ഇതാ വീട്. മുറ്റത്താണ് വന്നേക്കണത്. മുറ്റത്ത് വന്നാണ് ആന കാണിച്ചിട്ട് പോകുന്നത്. ഇപ്പം ഇങ്ങനെ കാണിച്ചാൽ നമ്മളെങ്ങനെ ജീവിക്കും? എല്ലാം കുലച്ച വാഴ തന്നെയല്ലേ? കുലച്ച വാഴ, എല്ലാം കുലച്ച വാഴ, എല്ലാം നിരപ്പിയാക്കി ഇങ്ങോട്ട് പോകും. എല്ലാം കുലച്ച വാഴ, എല്ലാം വലിച്ച് പറിച്ച് കടിച്ച് ചവിട്ടി കൂട്ടി തിന്ന് പിണ്ടിയും തിന്ന് പോയി. ഇതാണ് ജീവിക്കാനുള്ള ഒന്നും മാറ്റി വയ്ക്കുന്നില്ല. അതെ, ഇവിടുന്ന് ഇപ്പം അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് ഇവിടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഈ പറമ്പിൽ കയറിയിട്ട് വെട്ടം വന്നവനെ ഓടിച്ചു. വെട്ടം വന്നവനെ ഓടിച്ചിട്ട് അമ്മ ഒച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാം കൂടി ഇവിടുന്ന് ഒച്ചെടുത്തിട്ടാണ് ആ പറമ്പിൽ കയറി അങ്ങോട്ട് ഓടി. ഭാവിച്ചോണ്ട പറമ്പിൽ കയറി അങ്ങോട്ട് ഓടി. ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാണ്. അത് വലിയ പാടാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ, പേടിച്ചിട്ട് ജീവിക്കാനുള്ള ഒരവസ്ഥ. പൂയംകുട്ടി തണ്ട് റോട്ടിൽ ഇന്ന് രാവിലെ തന്നെ ആനയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട പ്രതിഭേട്ടനാണ് ഇപ്പോൾ നമ്മൾ. പ്രതിഭേട്ടൻ എന്താ ഉണ്ടായി ഇന്ന് രാവിലെ? അതായത് രാവിലെ ഞാൻ 6:30 മണിക്ക് എന്നും രാവിലെ പള്ളിയിൽ പോകുന്നതാണ്. സ്ഥിരം മൃഗങ്ങളുടെ ശല്യമുണ്ട്. ഇന്ന് ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കൂട്ടം ആന. അപ്പോൾ ഞാൻ വണ്ടി നിർത്തി. അപ്പോൾ ഒരു വഴിക്ക് കയറി പോയിട്ട് ആ ആന കാട്ടിൽ കയറി പോയെന്നാണ് ഓർത്തത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പള്ളിയിൽ പോകാൻ വേണ്ടി വണ്ടി എടുത്തപ്പം ആ ആനക്കൂട്ടം കുഞ്ഞുങ്ങൾ സഹിതം ഒരു 5-8 ഉണ്ടായിരുന്നു. അത് ആനക്കൂട്ടം വണ്ടിയുടെ നേരെ അങ്ങ് വന്നു. തിരിച്ച് കാട്ടിലോട്ട് കയറി പോകാതെ, കാട്ടിലേക്ക് പോകാൻ ഇപ്പോൾ ആനയ്ക്ക് കഴിയില്ല. കാരണം ജനങ്ങളെ ഭയമില്ല. അതായത് ഈ വഴിയിൽ വെച്ചാണ്. തൊട്ടടുത്ത് വെച്ച് ആന കണ്ടു. ഇത് ശരിക്കും ജനവാസ മേഖലയാണ്, അവിടെയൊക്കെ ആൾക്കാരുണ്ട് അല്ലേ? ഇവിടെ മുഴുവൻ തണ്ട് മുഴുവൻ കൃഷിയാണ്. എനിക്ക് 15 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടെ ആനശല്യം മാത്രമല്ല, എല്ലാ മൃഗങ്ങളുടെ ആക്രമണമാണ്. ആനയേക്കാൾ ഉപദ്രവമാണ് കുരങ്ങെന്ന് പറയുന്ന സാധനം. കുരങ്ങ് ഞങ്ങളുടെ കൃഷി ഒരു 5 ലക്ഷം രൂപയുടെ കൊക്കോക്ക കിട്ടാനുള്ള കൊക്കോ മരം എൻ്റെ പറമ്പിലുണ്ട്. പക്ഷേ ഒറ്റ രൂപയുടെ കൊക്കോ എനിക്ക് പറിക്കാൻ സാധിക്കുന്നില്ല. കുരങ്ങ് മുഴുവൻ പറിച്ച് കളയാണ്. അതുപോലെ തന്നെ കപ്പ മുഴുവൻ പറിച്ച് കളയാണ് കുരങ്ങ്. ഇന്ന് എന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടതാണ്? ഇന്ന് രക്ഷപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാഗ്യത്തിന് ഒരു ബൈപ്പാസ് ഒരു ചെറിയൊരു ഇടവഴി ഉണ്ടായിരുന്നു. ആ ആന ശകലം കൂടെ മുന്നോട്ട് പോയായിരുന്നെങ്കിൽ എൻ്റെ വണ്ടി തകർത്താൻ. കാരണം വേറെ പോകാൻ ആനയ്ക്ക് ഇടയില്ലായിരുന്നു. ഒരു 5-10 ആന നേരെ വരുമായിരുന്നു അടിച്ച് തകർത്താനെ. ഇതിങ്ങനെ ഒരു ബൈപ്പാസ്, ഇങ്ങനെ ഒരു ചെറിയൊരു ഇടവഴി ഉണ്ടായിരുന്നുകൊണ്ട് ആന അതിലൂടെ കയറി ഫെൻസിങ് തകർത്ത് ആന കടന്നു പോകായിരുന്നു. പിന്നില്ലേ, അതിപ്പോൾ തകർത്തെന്നാണ് ഓർത്തത്. വണ്ടി പുറകോട്ട് എടുക്കാനോ തിരിക്കാനോ ഉള്ള സ്പേസ് ഇല്ലായിരുന്നു. ഏതൊക്കെയാണെങ്കിലും ഇങ്ങനെ ഒരു സൈഡിൽ കൂടി ഒരു റോഡുണ്ടായിരുന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. ഞങ്ങളുടെയൊക്കെ പടം എപ്പം വിദ്യ തൂങ്ങുമെന്ന്
കൂട്ടിക്കൊണ്ടാൽ മതി. അത്രയും ഭീതികരമായിട്ടാണ് ഇവിടെ ജീവിതം. രാവിലെ പ്രതീക്ഷിച്ചോ ഇതോടെ തീർന്നു എന്ന് പ്രതീക്ഷിച്ചോ? ഏതാണ്ട് ഒരു ജീവൻ ഏതാണ്ട് ഒറ്റയ്ക്കായിരുന്നോ എങ്ങനെയായിരുന്നു? ഞാനും എൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. കുടുംബമായിട്ട് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഏതൊക്കെയാണേലും ജീവൻ തീർന്നു എന്ന് തന്നെയാണ് കണക്ക് കൂട്ടിയത്. ദൈവാനുഗ്രഹത്താൽ ആന വേറൊരു സൈഡിൽ പോവുക ചെയ്തത്. കാരണം ആനയ്ക്ക് വേറെ വഴിയില്ലാതെ വന്നു കഴിഞ്ഞാൽ ആന ഉറപ്പായിട്ടും തകർത്തോ പോകുള്ളായിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. വേറെ എവിടേക്കും ഓടാൻ പോലും പറ്റാതെ പെട്ടുപോയ അവസ്ഥ. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതാണോ? ഞാൻ എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും പള്ളിയിൽ പോകുന്നയാളാണ്. പക്ഷേ എങ്കിൽ തന്നെ ഇനി നാളെ പള്ളിയിൽ പോകാൻ പേടിയുണ്ടോ? പള്ളിയിൽ പോകാൻ ചെറിയ ഭയപ്പാടുണ്ട്. ഞാൻ അച്ഛനോട് പറയുകയും ചെയ്തത്. അച്ഛനോട് പറഞ്ഞു ചെറിയ ഭയപ്പാടുണ്ടല്ലോ, എന്നും ഇങ്ങനെ പള്ളിയിൽ പോകും. ഞാനൊരു എന്നും വിശുദ്ധ കുർബാന കാണണമെന്നൊരാഗ്രഹം മനസ്സിൽ, പക്ഷേ ഇപ്പോൾ ഒരു ഭയപ്പാട് ഉള്ളിലുണ്ട്, ചെറിയ ഭയപ്പാട്. ദൈവം പ്രത്യേകം കാത്തതാണ് ഇന്ന് രാവിലെ അല്ലേ? പള്ളിയിൽ പോകുന്നതുകൊണ്ട് തന്നെ പ്രത്യേക അനുഗ്രഹത്താൽ രക്ഷപ്പെട്ടതാണ്. ഞങ്ങളുടെ മക്കളുടെ ഭാഗ്യവും ഇതെല്ലാം കൊണ്ടും രക്ഷപ്പെട്ടത് തന്നെയാണ്. ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ആന തകർത്തനെ. അത് ഇങ്ങനെ ഒരു റോഡുണ്ടായിരുന്നുകൊണ്ട് ആന കുഞ്ഞ് സഹിതം കയറി പോയത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല സ്ഥിരമായി. എന്നെ സംബന്ധിച്ച് ഇത്രയും ഭീതികരമായിട്ട് എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. പക്ഷേ അനേകരുടെ ഇവിടെയുള്ള സകലരും ഞങ്ങളുടെ റബ്ബർ ടാപ്പിംഗുകാരനൊക്കെ എന്നും ആനയുടെ കീഴേ കൂടെ തന്നെയാണ് അവൻ ബൈക്ക് ഓടിച്ചും റിസ്ക് എടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് ഇവിടെ. എല്ലാവരും അനുഭവസ്ഥർ തന്നെയാണ്. ആനയുടെ ആക്രമണത്തിൽ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകളും കൃഷിനാശവും. ഞങ്ങളുടെയൊക്കെ പറമ്പെന്ന് പറഞ്ഞാൽ മൊത്തം കയ്യാലയാണ്. ആനക്കൂട്ടം കയറിയിട്ട് ലക്ഷങ്ങളുടെ കയ്യാലയാണ് തകർത്ത് തരിപ്പണമാക്കിയേക്കുന്നത്. 5 നയ പൈസ ഫോറസ്റ്റുകാരോ വേറെയുള്ള അധികാരികളോ തന്നിട്ടില്ല. ഇവിടുത്തെ ഫോറസ്റ്റുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടുത്തെ ഭരണാധികാരികളാണ് ഇവിടെ നിന്ന് ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്നത്. വയനാട്ടിലൊരു കൊച്ച് അപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊച്ച് പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഈ ഭരണാധികാരികൾക്ക്, ജനപ്രതിനിധികൾക്ക് കാട്ടിലെ മൃഗങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കുന്നതായിരിക്കും നല്ലത്. ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കാൻ ഇവർക്ക് യാതൊരു അർഹതയും ഉള്ളതായിട്ട് ഞങ്ങൾ കാണുന്നില്ല. കാരണം ഒരു നടപടിക്രമവും ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി, മൃഗത്തിന് മാത്രമേ ഉള്ളൂ വില. ജനങ്ങൾക്ക് യാതൊരു സംരക്ഷണമില്ല. ഞങ്ങളൊക്കെ ഭീതിയിൽ കഴിയുന്നവരാണ്. എന്ന് വേണമെങ്കിലും മരണപ്പെടാം. അത്രയും ഭീതികരമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നത്. ഇത് 1947 മുമ്പ് ചെമ്പ് പട്ടയമുള്ള ഭൂമിയാണ്, പട്ടയഭൂമിയാണ്. ഈ പട്ടയഭൂമിയിൽ കയറി കൃഷി മുഴുവൻ നശിപ്പിച്ച് ഞങ്ങൾ 1968 ഇവിടെ വന്നവരാണ്. ഈ 2-3 വർഷക്കാലമായതുള്ളൂ. ഇപ്പോൾ പകൽ സമയവും ആന പറമ്പിൽ നിന്ന് പോകുന്നില്ല. കാരണം ആനയ്ക്ക് യാതൊരു ഭയപ്പാടുമില്ല. എനിക്കൊരു 400 ഏത്തവാഴ കൊലച്ചതും കൊലയ്ക്കാത്തതുമായിട്ട്. കൊല വെട്ടിക്കൊണ്ടിരുന്നുണ്ട്. ഏകദേശം ഒരു 30 കിലോ വെച്ചുള്ള കൊലകളായിരുന്നു വെട്ടിക്കട കൊടുത്തോണ്ടിരുന്നത്. പക്ഷെ അത് ആന കയറി കൊലച്ചതും കൊലയ്ക്കാത്തതും എല്ലാം കളഞ്ഞു. 400 എണ്ണം മൊത്തം തിന്നു വെച്ച് പോയി. 400 എണ്ണം മൊത്തം തിന്നു ഒറ്റ ദിവസം. ഒരെണ്ണമല്ല, ആന കൂട്ടമായിരുന്നു. അറിഞ്ഞില്ല. നേരം വെളുത്തേ പിന്നെയാണ് കാണുന്നത്. നല്ല മഴയുള്ള സമയമായിരുന്നു. ആ സമയത്താണ് കയറുന്നത്. എന്നിട്ട് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം സർക്കാരിൽ നിന്ന് തരാമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കിട്ടിയിട്ടില്ല. അതിന് കിട്ടിയില്ല. അതിനുശേഷം പിന്നെ എന്ത് ചെയ്തു? അതിന് ശേഷം ഒന്നും ചെയ്തില്ല. എന്നാ ചെയ്യുന്ന അതിനുമായി നഷ്ടമല്ല വന്നിരിക്കുന്നത്. ഉണ്ട്. എനിക്ക് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ട്. ലക്ഷങ്ങളുടെ ഈ വാഴകൃഷി ആശ്രയിച്ചായിരുന്നല്ലോ ജീവിച്ചല്ലേ? അതെ. അത് മൊത്തം കളഞ്ഞു. അതിജീവിച്ചാൽ അതിജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. ആന തന്നു പോയി. പിന്നെ അടുത്ത കൃഷി വാഴ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ റബ്ബർ മാത്രമേ ഉള്ളൂ അതിൽ. എപ്പോഴും ഈ ആനകളുടെയും മൃഗങ്ങളുടെയൊക്കെ ശല്യം ഉണ്ടാവും. പട്ടയഭൂമിയാണോ? പട്ടയഭൂമിയാണ്. മൃഗങ്ങളുടെ ശല്യം ഇപ്പോഴും ഉണ്ട്. കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. കൃഷികളൊന്നും ചെയ്യുന്നില്ല. കാരണം ആ ഒരു സാഹചര്യം നമുക്ക് അങ്ങനെയാണ്. കൃഷി ചെയ്ത് നമ്മൾ പണിയെടുക്കുന്നു, കാട്ടുമൃഗങ്ങൾ അതിൻ്റെ ആദായം എടുക്കുന്നു. അത് നമ്മൾ പണിതിട്ട് കാര്യമില്ലല്ലോ. അതിന് എങ്ങനെ ഇപ്പോൾ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ? മുന്നോട്ട് പോകാൻ കുറച്ച് റബ്ബറുണ്ട്, വലുത് പ്രായമുള്ള റബ്ബറാണ്. അത് വെട്ടി ജീവിക്കും. തെങ്ങ് ഓരോന്നുള്ള ആന ഓരോ ദിവസം വന്ന് മറിക്കും. കാച്ച തെങ്ങ് പണ്ടൊരു 2000 തേങ്ങ വെച്ച് വെട്ടിക്കൊണ്ടിരുന്നു എനിക്കൊരിടയിലിന്. ഇപ്പം 20 തേങ്ങ പോലും എടുക്കാനില്ല. 2000 നിന്ന് 20ലേക്ക് കുറഞ്ഞു അല്ലേ? 20ലേക്ക് കുറഞ്ഞു. പക്ഷെ അതുപോലും കിട്ടുന്നില്ല. ഒരു മാസം മുമ്പ് ഈ പൂയംകുട്ടി മേഖലയിൽ ഒരു കൂട്ടം കാട്ടാനകളുടെ അടിയിൽപ്പെട്ട് ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ജീവൻ തിരികെ ലഭിച്ച ബെന്നിച്ചേട്ടൻ്റെ കൂടെയാണ് നമ്മളിപ്പോൾ. ബെന്നിച്ചേട്ടാ, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? അന്ന് ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആന വന്നത് അറിഞ്ഞില്ല. പകലെന്ന് പറയുമ്പോൾ 6:45. ഞാൻ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ആനകളെല്ലാം എന്നെ വളഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗവുമില്ല. എവിടെയായിരുന്നു സ്ഥലം? തോട്ടത്തിൽ റോഡ് സൈഡിലാണ്. റോഡ് സൈഡിലാണ്.
അപ്പോൾ ആന മുകളിൽ നിന്ന് പറമ്പിൽ നിന്ന് ഇറങ്ങി വന്നത്. പറമ്പിൽ നിന്ന് ഇറങ്ങി എന്നെ വളഞ്ഞു വളഞ്ഞു നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ആന എൻ്റെ അടുത്ത് ഇങ്ങനെ പോലെ നിൽക്കുവാണ്. നടുക്ക് 4 എത്ര ആനകളുണ്ടായിരുന്നു? 5-8 ആനകളുണ്ട് 5-8 ആനകൾ. രാവിലെ 6:45 പറമ്പിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആനേനെ നോക്കി പതുക്കെ മാറിയപ്പോൾ എന്ന് പറഞ്ഞാൽ കൊമ്പൻ്റെ മുമ്പിലേക്കാണ് മാറിയത്, ആ സൈഡിലേക്ക്. കൊമ്പൻ തുമ്പിക്കൈക്ക് വിളിച്ചു. ഞാൻ ഒരു ഓട്ടം വെച്ച് കൊടുത്തു. ഓടിയപ്പോൾ വീണ് ബോധം കിട്ടും, തലയിടിച്ചായിരിക്കണം. അത് കഴിഞ്ഞ് ബസ് വന്നപ്പോഴത്തേക്ക് ബസ് വന്നു കഴിഞ്ഞപ്പോൾ ആന ഇങ്ങനെ മുകളിൽ തോട്ടത്തിൽ നിൽക്കണു. അവർ ബസ്സിലുള്ള ആൾക്കാരൊക്കെ മൊബൈൽ പിടിക്കണു. തിരിഞ്ഞിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ കിടക്കണേ. ബൈക്ക് ആന തല്ലിപ്പൊളിച്ച് എൻ്റെ മുകളിൽ കൂടെയാണ് ആന കടന്നു പോയപ്പോൾ കൈക്ക് പറ്റി. കൈയിലാണ് ആന ചവിട്ടി. അതായത് ചേട്ടൻ ആ ഒരു പറമ്പിൽ നിന്ന് നേരെ താഴേക്ക് ബോധം പോയി. അപ്പോൾ ആ സമയത്ത് ആന മുകളിൽ കൂടെ കടന്നുപോയി. ആന ചേട്ടനെ കണ്ടില്ല ആ സമയത്ത്? കണ്ടു കാണലായിരിക്കും. കണ്ടു കാണില്ല, അതെന്താണെന്ന് അറിയില്ല. ആന കയ്യിൽ മാത്രം ചവിട്ടിയിട്ട് പോയി. അപ്പോൾ ഭാഗ്യം കൊണ്ട് ചങ്കത്ത് ചവിട്ടേണ്ടാണ്. കൈ ഇങ്ങനെ വളഞ്ഞു നിന്നപ്പോൾ കയ്യിൽ മാത്രം ചവിട്ടി. അപ്പോൾ തൊട്ടപ്പുറം സ്കൂട്ടർ ഇപ്പുണ്ട്. സ്കൂട്ടറിലേക്ക് ആന പോയി. സ്കൂട്ടർ ചവിട്ടി പിടിച്ചു. സ്കൂട്ടർ നശിപ്പിച്ചു. അപ്പോഴത്തേക്കും ബസ് വന്നു. ബസ് റൂട്ടായിരുന്നു അല്ലേ? ബസ്സിൻ്റെ സൈഡ് ബസ് പോകുന്നതിൻ്റെ സൈഡിലാണ് ഈ ആനക്കൂട്ടം. 8 ആന. കാട്ടിലല്ല, നാട്ടിൽ അല്ലേ? തോട്ടത്തിൽ. അപ്പോൾ അവർ നോക്കിയപ്പോൾ സ്കൂട്ടർ പോയിട്ടുണ്ട്. വണ്ടി നിർത്തിയപ്പോൾ ഞാൻ മുകളിൽ കിടക്കുക. അപ്പോൾ എല്ലാവരെയും ഓടി ഇറങ്ങി വന്ന് എന്നെ എണിപ്പിച്ചു. അന്നേരമാണ് ബോധം തന്നെ. അപ്പോൾ കൈ നിലത്തുനിന്ന് പൊങ്ങുമ്പോൾ അങ്ങോട്ട് എന്ത് തലയും പൊങ്ങില്ല, കൈ പൊങ്ങില്ല. എന്നിട്ട് അപ്പോൾ തന്നെ അവർ എടുത്ത് കോളം തറമേണ്ടി കൊണ്ടുപോയി. അവിടെ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ നേരെ രാജഗിരിക്ക് പോയി. ഇപ്പോൾ അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ ശേഷം 2 ആഴ്ച മുമ്പാണ് തല ഇവിടെ ഞാൻ വീഴുക ചെയ്തത്. വൈകുന്നേരം 3-6 പ്രാവശ്യം വീണു. അപ്പോൾ തന്നെ വണ്ടി പിടിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ തലയ്ക്ക് പറ്റിയിട്ട് ബ്ലഡ് കൊട്ട് ചെയ്ത് കിടക്കുക ചെയ്തത്. അതപ്പോൾ സർജറി ചെയ്തു. സർജറി ചെയ്തു. കൈക്ക് അതിന് ശേഷം കൈ ഇങ്ങനെ വെട്ടി. ഇത് മൊത്തത്തിൽ എന്താ പറ്റി? അതിൻ്റെ ഉള്ളിൽ ഞരമ്പ് മാറ്റി വെച്ചു. മസിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് ബ്ലാസ്റ്റ് സർജറി ചെയ്ത് ആധുനിക സംവിധാനത്തോടെ അവിടെ ചെയ്തതാണ് ശരിക്കും. ഏത് ഹോസ്പിറ്റലായിരുന്നു? രാജഗിരി, ആലുവ ഹോസ്പിറ്റലായിരുന്നു. അവിടെ വെച്ചായിരുന്നു. ഇതിന് ശേഷം എന്തെങ്കിലും എത്ര രൂപ നഷ്ടപ്പെട്ടു? എത്ര ലക്ഷം രൂപ വന്നു? അന്ന് ആദ്യത്തേന് അവരൊക്കെ കുറേ ഇളവൊക്കെ ചെയ്ത് 3.25 ലക്ഷം രൂപയായി കൈക്ക് മാത്രം. അത്ര അവർ ഇളവൊക്കെ ചെയ്ത് അത്രയും തന്നു. പിന്നീട് ഇപ്പോൾ 1 ലക്ഷം രൂപയായി. തലയും കൊണ്ട് കഴിഞ്ഞ ആഴ്ച പോയിച്ച് ഇന്നലെ സ്റ്റിച്ച് എടുത്തുള്ളൂ. ഇപ്പോൾ ഈ ചേട്ടൻ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്, ചേട്ടൻ ടാപ്പിംഗ് തൊഴിലാളിയാണ്, പറമ്പിൽ ഇത് രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആനയുടെ ആക്രമണം ഉണ്ടായതും ഇത്രയും വലിയ അവസ്ഥ ഉണ്ടായിരുന്നു. ദൈവഭാഗ്യം കൊണ്ടാണ് ഈ കൈ എന്ന് പറയുന്നത് മാറി വേറെ എവിടെയെങ്കിലും തീർന്നു. ഒരു അത്ഭുതമാണ്. ഞാൻ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹവും. ഇതിന് നിങ്ങൾ ഇവിടുത്തെ ഫോറസ്റ്റുകാരോ അല്ലെങ്കിൽ വനംവകുപ്പ് എന്താണ് നിങ്ങൾക്ക്? അവർ 1.25 ലക്ഷം രൂപ തന്നു. പിക്കറ്റിങ് സമരമൊക്കെ എല്ലാവരും നാട്ടുകാരെ മൊത്തം ഇളകി എല്ലാം പ്രശ്നങ്ങളുണ്ടാക്കിയതാണ്. അങ്ങനെയാണ് തന്നത്. അങ്ങനെ ഒരു 1.25 ലക്ഷം രൂപ തന്നു. ഇപ്പോൾ വണ്ടിയുടെ ഒന്നും തന്നിട്ടില്ല. വേറെ ഇപ്പോൾ ഒരു 10 പൈസ തന്നിട്ടില്ല. ഇപ്പോൾ ഇത് സംഭവിച്ചിട്ട് 1 മാസം കഴിഞ്ഞു, 2 മാസം എടുക്കുന്നു അല്ലേ? കഴിഞ്ഞ ജനുവരിയിലാണ് സംഭവിച്ചത്. ഇതിന് ശേഷം ഇപ്പോൾ ചേട്ടൻ്റെ വലത് കൈയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റില്ല, കൈ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഡോക്ടർമാരെന്താ പറഞ്ഞിരിക്കുന്നത്? ഡോക്ടർമാർ 5-6 മാസം ശരിക്കും റെസ്റ്റ് വേണം, എന്നാലാണ് സ്റ്റിച്ച് ഉള്ളിലൊക്കെ പിടിക്കുള്ളൂ. ചേട്ടന് ഇത് തന്നെയായിരുന്നു ജോലി? വേറെ എന്തെങ്കിലും? വേറെ ജോലിയല്ല, എനിക്ക് ടാപ്പിംഗ് ജോലിയാണ്. വർഷങ്ങളായിട്ട് ടാപ്പിംഗ് മാത്രമേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ ഓരോ കർഷകൻ്റെ അവസ്ഥ. സ്വന്തം പറമ്പിൽ രാവിലെ ടാപ്പിംഗ് ജോലി ചെയ്യുന്നതിനിടയിലാണ് 5-8 ആനകൾ ഈ ചേട്ടനെ ചുറ്റും വളഞ്ഞ് ഈ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത്. വിശ്വസിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് അറിയില്ല. ബസ് റൂട്ടാണ്, പ്രൈവറ്റ് ബസ്സുകളെല്ലാം പോകുന്ന ലൈൻ റൂട്ട് തൊട്ടടുത്തുള്ള പറമ്പിൽ വെച്ചാണ് ഈ ബെന്നി എന്ന് പറഞ്ഞ ചേട്ടനെ ഇത്രമാത്രം ആക്രമിച്ചത്. ദൈവത്തിൻ്റെ അനുഗ്രഹം, അത്ഭുതം ദൈവം നടത്തി. അതുകൊണ്ട് മാത്രമാണ് മറ്റ് ജീവഹാനി ഒന്നും സംഭവിക്കാതെ കയ്യിൽ മാത്രം ആന ചവിട്ടി അദ്ദേഹത്തിൻ്റെ ബൈക്ക് മുഴുവനായിട്ട് നശിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ ഒരുപാട് സാമ്പത്തികം മുടക്കി കൈ ഇങ്ങനെ കെട്ടി. എന്നിരുന്നാലും ഇപ്പോൾ ജീവിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലേ? ജോലി ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ അവിടെ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ അച്ഛനൊക്കെ ഇടപെട്ട് ജനങ്ങളുടെയൊക്കെ സാമ്പത്തിക സഹായം കൊണ്ടാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പോകുന്നത്.
അപ്പം ഇപ്പോഴത്തെ പോയക്കും അതിൻ്റെ ബാലൻസും കൊണ്ടൊക്കെ കടന്നു പോകാം. ഈ പോയൻകുട്ടിയിലെ വികാരി അച്ഛൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഒരുപാട് കമ്മിറ്റികൾ രൂപീകരിച്ച് സാമ്പത്തികം സഹായം കണ്ടെത്തിയിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളെല്ലാം നടത്തി ഇപ്പോൾ തിരികെ വീട്ടിലെത്തിയിരിക്കുന്നത്. എങ്കിലും ഇനി സാധാരണ ജീവിതം നയിക്കുന്നെങ്കിൽ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥയിലാണ് ഈ ഒരു ബെന്നിച്ചേട്ടൻ്റെ ഇന്നത്തെ ഈ അവസ്ഥ എത്തി നിൽക്കുന്നത്. ഇനി മുന്നോട്ട് അവർ കൃഷി ചെയ്യുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യണമെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ നിയമത്തിൽ വരുത്തുക തന്നെ ചെയ്യണം. അതാണ് ഇപ്പോൾ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു വികാരി എന്ന നിലയിൽ, ഉത്തരവാദിത്വമുള്ള ഒരു ഇടവകയുടെ നാഥനെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് തന്നെയാണ്. സർക്കാർ ഉണർന്ന് ഇവിടെയുള്ള കൃഷിക്കാർക്ക് വേണ്ടി നിലകൊള്ളണം, അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കണം, നഷ്ടപരിഹാരം നൽകണം. ഭാരതത്തിലാണെങ്കിലും ഈ ഒരു നിയമത്തിൻ്റെ അപാകതകൾ പരിഹരിച്ച് നിയമ ഭേദഗതി വരുത്തണം. എന്നാൽ മാത്രമേ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്നും ആനശല്യങ്ങളും മറ്റു മൃഗശല്യങ്ങളും എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കും. ആളുകൾ സങ്കടത്തോടു കൂടി വന്നുകൊണ്ടിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 2 ആഴ്ചയിലൊക്കെ എന്നും വൈകുന്നേരം ആകുമ്പോൾ തൊട്ടടുത്തുള്ള പുഴ, പൂയംകുട്ടി പുഴയുടെ അവിടെ നിന്നും ആനക്കൂട്ടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ കിടന്ന് അലറി നിലവിളിക്കുന്ന ഒച്ചയാണ്. അതായത് അവർ വളരെ മേളിച്ച് നടക്കുകയാണ്. അത് മേളിച്ച് കടന്ന് വീണ്ടും കാട്ടിലേക്കല്ല പോകുന്നത്. ഒരു 8:15 ആകുമ്പോഴത്തേനും, സന്ധ്യാസമയങ്ങളിൽ 8:15 ആകുമ്പോഴത്തേനും അത് ജനവാസ മേഖലകളിലേക്ക് അവിടെ നിന്ന് വെള്ളത്തിൽ നിന്ന് ഇറങ്ങി നേരെ വരികയാണ്. ഇതിനെ ആളുകൾ എത്ര പ്രാവശ്യം ഒച്ച വെച്ച് പടക്കം പൊട്ടിച്ചും തിരിച്ചു ഓടിച്ചാലും അവർ പോകുന്നില്ല. അതായത് ആളുകളുടെ ഒച്ചയോ പടക്കത്തിൻ്റെ ശബ്ദമോ ഇതൊന്നും ഇപ്പോൾ ആനയ്ക്ക് ഒരു പ്രശ്നവുമില്ലാണ്ടായി മാറിയിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, ഇപ്പം നമ്മൾ ഈ കണ്ട ഇടവകയിലേക്കൂടെ ജനങ്ങളിലേക്കും കർഷകരുടെയും പല പ്രശ്നങ്ങൾ പോകുമ്പോഴും ഇവരുടെയൊക്കെ കണ്ണുകളിൽ ഭയങ്കര പേടി കാണുന്നുണ്ട്, വളരെ പരിഭ്രാന്തി. മിക്കവരും നമ്മളോട് പറയുന്നത് ഉറങ്ങിയിട്ടില്ല, രാത്രികളിൽ ഉറക്കമില്ല, 1 മണിക്കും 2 മണിക്കും 3 മണിക്കൊക്കെ ആനയെ പേടിച്ച് ഉറങ്ങാൻ പറ്റുന്നില്ല. മനുഷ്യന് ഇപ്പോൾ ഈ ഒരു പേടി വന്നിരിക്കുകയാണ്, മൃഗങ്ങൾക്ക് ഈ പേടി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ഭരണകൂടം സംവിധാനം എടുക്കണം എന്ന് പറയുമ്പോഴും ഇങ്ങനൊരു അവസ്ഥ, മൃഗങ്ങൾക്ക് പേടിയില്ലാണ്ടും മനുഷ്യന് പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥ, അത് സർക്കാർ സംവിധാനങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ? തീർച്ചയായിട്ടും. അതായത് മൃഗങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ഉള്ളിടത്തോളം കാലം മൃഗങ്ങൾ സ്വസ്ഥമായിട്ട് സ്വാതന്ത്ര്യമായിട്ട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങും. എന്നാൽ മനുഷ്യനെ തുണയ്ക്കുന്ന നിയമങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും മൃഗങ്ങൾ കാട്ടിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പം മൃഗങ്ങൾക്ക് കൂടുതൽ നിയമത്തിൻ്റെ പരിരക്ഷയും മനുഷ്യർക്ക് ഇല്ലാത്ത അവസ്ഥയുമാണ്. ഏതെങ്കിലും മൃഗത്തെ കാട്ടി തുരത്തുവാനായിട്ട് ഏതെങ്കിലും ഒരു മാർഗത്തിലേക്ക് പോയാൽ നിയമങ്ങൾ കൊണ്ട് മനുഷ്യനെ തീർച്ചയായിട്ടും അകത്തളത്തിലേക്ക് കൊണ്ടെത്തിക്കും, എന്ന് വെച്ചാൽ അഴിക്കുള്ളിലാക്കും. ആ ഒരു വലിയ പ്രശ്നം ഇന്നും അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ നിസ്സഹായനാവുന്നതും അവൻ്റെ കണ്ണുകളിൽ എന്നും ഭീതി ഉണ്ടാകുന്നതും അവന് ഉറക്കമില്ലാത്ത രാത്രികളുണ്ടാകുന്നതും. ഇന്ന് ഞങ്ങൾ കണ്ടത്, ഒരു ചേട്ടൻ പള്ളിയിൽ വരുന്ന വഴി ഒരാന വന്നു നിന്നു. ഭാഗ്യത്തിന് ആ ചേട്ടൻ രക്ഷപ്പെട്ടു. ആ ചേട്ടൻ മരിച്ചു പോകുന്നു തന്നെ വിചാരിച്ചതാണ്. ഇനി ആ ചേട്ടൻ പള്ളിക്ക് വരാമെന്നൊരു പേടി ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. ആ പറയുമ്പോഴും പുള്ളി ഭയപ്പെട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനൊരു അവസ്ഥ ഇവിടുത്തെ ഇടവക്കാർ പറയുന്നുണ്ടോ? കഴിഞ്ഞ നാളുകൾ വരെ പറഞ്ഞിട്ടിരുന്നില്ല. പക്ഷേ നല്ലൊരു വിശ്വാസിയായിരുന്നു ഞാൻ ഇപ്പം നിങ്ങൾ സൂചിപ്പിച്ച ആ ഒരു വ്യക്തി. അദ്ദേഹം രാവിലെ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതേ അത് തന്നെയാണ്. കാരണം അച്ഛാ, എനിക്ക് പള്ളിയിൽ വരാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ട്, ഞാൻ വിശ്വാസിയാണ്, ഞാൻ എന്നും പള്ളിയിൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ആനയുടെ മുമ്പിൽ പെട്ടപ്പോൾ ഉണ്ടായ ഒരു അവസ്ഥ, ആ അവസ്ഥയിൽ ഞാനിപ്പോൾ ആലോചിക്കുന്നത് പള്ളി വരണമെന്നെങ്കിലും ആന എന്നും ഉള്ളതിനാൽ ഞാൻ പള്ളിയിൽ വരാൻ അല്പം ആശങ്കിക്കുന്നു, അല്ലെങ്കിൽ ശങ്കിക്കുന്നു എന്നുള്ളതാണ്. ആശങ്കയുണ്ട് ആ വ്യക്തിക്ക്. താൻ പാതി ദൈവം പാതി എന്ന ആ ഒരു ചൊല്ല് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആ സിറ്റുവേഷനും മനസ്സിലാക്കി ജീവിക്കണമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഇത്തരത്തിൽ അദ്ദേഹം പ്രതികരിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. രൂപതയും കോതമംഗലം രൂപതയിൽ കേട്ട ഒരു ദേവാലയമാണ്, ഈ പ്രദേശമാണ്. എന്തെല്ലാം നടപടികളാണ് ഈ കർഷകർക്ക് വേണ്ടി ഇപ്പോൾ ഈ ഒരു പ്രശ്നത്തിൽ അവരോടൊപ്പം നിൽക്കാനായിട്ട് എടുക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ കോതമംഗലം രൂപത നല്ല അനുകൂലമായ തീരുമാനങ്ങൾ തന്നെയാണ് കൃഷിക്കാർക്ക് വേണ്ടി എടുക്കുന്നത്. നമ്മുടെ ബെന്നിച്ചേട്ടൻ ആനയുടെ ആക്രമണത്തിൽ പരിക്ക് പറ്റിയ ആ സമയം മുതൽ ആ വിവരം രൂപത അധികാരികളെ അറിയിച്ച ശേഷം ഉടൻ തന്നെ അതിനുവേണ്ടി, ഈ ഒരു വ്യക്തിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം രൂപത ഉണർന്ന് പ്രവർത്തിച്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി ഈ ഒരു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ വനവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ നിസ്സംഗതയ്ക്കെതിരെ നമ്മളൊരു പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചു. അതിനും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനുകൂലമായ നല്ല സമീപനം രൂപത അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.
ഇപ്പോഴും നമ്മുടെ കൃഷിനാശം സംഭവിച്ച കുടുംബങ്ങൾക്ക് ഈ ഒരു കാലത്ത്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടേറിയ കാലത്ത് 2000 രൂപയ്ക്ക് അടുത്ത ഭക്ഷ്യക്കിറ്റുകൾ ഇവരുടെ അന്നത്തിന് വേണ്ടി, അവർക്ക് അന്നം നഷ്ടമായെങ്കിൽ മുടങ്ങിക്കൂടാ അവരുടെ അനുദിന ജീവിതത്തിൻ്റെ അന്നം എന്ന രീതിയിൽ ഭക്ഷ്യക്കിറ്റ് ഓരോ ഇടവകയിലേക്കും കൃഷിനാശം സംഭവിച്ച വീടുകളിലേക്ക് എത്തിക്കാനായിട്ട് രൂപത ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിലും ചാരിറ്റി ചെയ്തുകൊണ്ട് തന്നെ പാവപ്പെട്ട കർഷകർക്കൊപ്പം രൂപത സംവിധാനം നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ള അഭിമാനത്തോടുകൂടി ഞാൻ എടുത്തു പറയുകയാണ്. അതോടൊപ്പം തുടർന്നും ഈ ലീഗൽ സെല്ലൊക്കെ രൂപീകരിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിലാണ് നിയമപരമായി കൃഷിക്കാർക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കുക എന്ന രീതിയിൽ തന്നെ രൂപത ശക്തമായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. പണ്ട് രാജഭരണകാലത്ത്, ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ പണിത ഓൾഡ് ആലുവ മൂന്നാറ് രാജപാതയാണ് ഈ കാണുന്നത്. പൂയംകുട്ടിക്ക് നേരെ എത്തുന്ന ഈ പാത ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അടഞ്ഞെടുക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ഈ പാതയിലൂടെ പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ്. എന്നാൽ ആലുവ മൂന്നാർ ഏകദേശം ഒരു 10-25 കിലോമീറ്ററിനധികം ലാഭം കിട്ടുന്ന ഒരു വഴിയാണ്. അതോടൊപ്പം ബൈപ്പാസൊക്കെ ഉപയോഗിക്കാവുന്ന, ഇപ്പോൾ നമുക്കറിയാം മൂന്നാർ പോകുമെങ്കിൽ ഒരുപാട് ചുരങ്ങൾ പോലുള്ള വളവും തിരിവും കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാണ്ട് നിരപ്പായ കാടിനകത്തൂടെ പണ്ട് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡ് ഇപ്പോൾ ചില കാരണങ്ങളാൽ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് ഇവിടെ പൂയംകുട്ടിയിലെ പാവപ്പെട്ട കർഷകർക്കൊന്നും ഈ ഒരു വഴി ആർക്കും ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കരുത് എന്ന ചിന്തയോടുകൂടി വനം വകുപ്പ് ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. പണ്ട് PWD കയ്യിലുണ്ടായിരുന്ന വഴിയാണിത്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം. ഈ ഒരു രാജപാതയെക്കുറിച്ച്, ആലുവയിൽ നിന്നും മൂന്നാറിലേക്ക് വളരെ എളുപ്പത്തിന് ഒരു വളവും തിരിവൊന്നും ഇല്ലാണ്ട് പാരലായിട്ട് പോകാൻ പറ്റുന്ന റോഡ് ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. എന്താണ് അത് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സായിപ്പ്മാർ വെട്ടിയ റോഡാണിത്. ഈ റോഡ് കരിന്തിരി എന്ന് പറയുന്ന ഒരു മല, ഒരു വെള്ളപ്പൊക്കത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ശേഷം ഒരു വെള്ളപ്പൊക്കത്തിൽ മലയിടിഞ്ഞ് ഒരു 2 കിലോമീറ്റർ ബ്ലോക്ക് വന്നു. അതിൻ്റെ പേരിലാണ് പിന്നീട് ഇതിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതെ വരികയും പരീത് കുഞ്ഞിത്തമ്മൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ നേരിമംഗലത്ത് പാലം അടിമാലിയിലുള്ള ആളുകൾ അങ്ങോട്ട് സമ്മർദ്ദം ചെലുത്തി റാണി ലക്ഷ്മിഭായി അങ്ങനെ കണ്ട് അവിടെ പാലം നിർമ്മിക്കാം, അടിമാലി വഴിയുള്ള റോഡാണ് അന്ന് തെളിച്ച് മൂന്നാർ റോഡ്. പക്ഷേ ഈ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 35 കിലോമീറ്റർ ഷോർട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് പാരലായിട്ട് കിടക്കുന്നതാണ്. അതായത് ഇതിൻ്റെ ഒരു സ്റ്റഡി വെച്ച് കഴിഞ്ഞപ്പോൾ അവിടെ 1 കിലോമീറ്റർ വാള് കിട്ടുന്ന ഈ വലിയ വാളുകൾ കെട്ടിയിട്ടാണല്ലോ റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടുത്തെ ഒരു വാള് കെട്ടുന്ന കാശുണ്ടെങ്കിൽ ഇവിടെ 10 കിലോമീറ്റർ നാഷണൽ ഹൈവേ വീതിക്ക് പോകുമെന്നാണ് പറയുന്നത്. അതായത് 30 മുതൽ 45 മീറ്റർ വീതി വരെ PWD അളന്ന് തിരിച്ചിട്ടിരിക്കുന്ന റോഡാണ് ഇത്. ഇപ്പം ഇവിടെ ഒരു 7 വർഷങ്ങൾക്ക് മുമ്പ് ഫോറസ്റ്റുകാർ ഇവിടെ കൊണ്ടുവന്ന് ഗേറ്റ് സ്ഥാപിച്ച് അവരുടെ കൈവശം വെച്ചിരിക്കുകയാണ്. ഇതിനെതിരെ ഹൈക്കോടതിയിൽ ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട്. ഈ റോഡ് കാരണം കേന്ദ്ര ഗവൺമെൻറ് നിയമം അനുസരിച്ച് നാഷണൽ ഹൈവേക്ക് ഒരു ബൈപ്പാസ് നിർബന്ധമായിട്ട് വേണമെന്നും അതും പ്രകാരം ഈ റോഡ് തെളിച്ചു തരണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഇതാണ്. നാഷണൽ ഹൈവേക്ക് ഒരു ബൈപ്പാസ്, അവിടെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ റോഡ് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡാണ് ഏറ്റവും അനുയോജ്യമായ, ഒട്ടും കയറ്റമില്ലാതെ ലക്ഷ്മി എസ്റ്റേറ്റിൽ ചെന്ന് പെടുന്ന പാലമാണ്. അതിനകത്ത് നമ്മുടെ കുഞ്ചിയാർ ഒരു പാലം ഇടിഞ്ഞു പോയിട്ടുണ്ട്. ആ പാലം കൂടെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഈ റോഡ് വളരെ നിസ്സാര ചിലവ് ഉപയോഗിക്കാവുന്ന റോഡാണ്, വലിയ കാശ് ചിലവില്ലാതെ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ നാടിനെ സംബന്ധിച്ച് പൂയംകുട്ടി കോതമംഗലം ഏരിയയിലുള്ള ജനങ്ങളെ സംബന്ധിച്ച് ഈ റോഡ് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാടിൻ്റെ വികസനം, അതുപോലെ തന്നെ ടൂറിസം, കേരളത്തിൻ്റെ ടൂറിസം സാധ്യതയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അതായത് പിണ്ടുമേട് വെള്ളച്ചാട്ടം, പ്രാക്കുത്ത്, അങ്ങനെ എമ്പിടി വെള്ളച്ചാട്ടങ്ങളും എമ്പിടി പ്രകൃതി രമണീയമായ. അപ്പോൾ ഫോറസ്റ്റുകാർ പറയുന്നത് ആനത്താരയ്ക്ക് തടസ്സം, ആനത്താരയ്ക്ക് ഇഷ്ടംപോലെ ബദൽ മാർഗങ്ങൾ പല ഏരിയയിലും വലിയ
പാലങ്ങളും ഒക്കെ വെച്ച് കീഴേക്കൂടെ കാലഘട്ടത്തിൽ ആനത്താരുടെ ആവശ്യമില്ലല്ലോ, എല്ലാ സ്ഥലത്തേക്കും ആന വരുന്നുണ്ട്. ആന വരുന്നുണ്ട്. ആന ഇവിടെ മുഴുവൻ ആന ശല്യം കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത, അപ്പം ടൂറിസത്തിൻ്റെ നാടിൻ്റെ ടൂറിസം വികസനത്തിന് വളരെ അനുയോജ്യമായ പാതയും അതുപോലെ തന്നെ ആലുവ മറ്റേ അടിമാലി വഴിയുള്ള റോഡിനേക്കാളും വളരെ എളുപ്പത്തിൽ മൂന്നാർ എത്താവുന്നതുമായ ഏറ്റവും ഇതിപ്പോൾ ഈ ഒരു റോഡ് ഇത്രയൊരു നേരത്തെ പറഞ്ഞു ഇവിടുത്തെ കർഷകർക്ക് ഇപ്പോൾ ഈ വന്യമൃഗ ആക്രമണം കാരണം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടുത്തെ ഭൂമിയിൽ നിന്ന് ആൾക്കാരൊക്കെ കിട്ടുന്ന വിലയ്ക്ക് ഒഴിഞ്ഞു പോകണം എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൂടി ഇല്ലേ, ചില അങ്ങനെ പറയുന്നുണ്ട്. പലരും അതിന് റെഡിയായി നിൽക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങൾ. ഇപ്പോൾ ഇതൊരു വഴി പോലെ മൂന്നാർ വരാണെങ്കിൽ അത് വളരെയധികം ടൂറിസം സാഹചര്യം, അതായത് ഡെവലപ്മെൻറ്റ്, ഒരുപാട് പേര് ഈ വഴി തിരഞ്ഞെടുക്കുന്നു, അങ്ങനെയൊക്കെ വരേണ്ടതാണ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെയുള്ള ജനങ്ങളൊക്കെ ഇവിടുന്ന് കുടിയൊഴിപ്പിക്കാനുള്ള ലക്ഷ്യമുണ്ടോ? അതാണ് ഞങ്ങളുടെ ബലമായ സംശയം. കാരണം കാർബൺ ഫണ്ടെന്ന് പറയുന്ന ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇത് മുഴുവൻ കേരളം മുഴുവൻ ഒറ്റ വനമാക്കി തീർക്കണം എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം എന്നാണ് ഞാൻ കൃഷിക്കാരനായ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇവിടെയുള്ള പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുഴുവൻ മൃഗങ്ങളെയും അഴിച്ചുവിട്ട് ഇവിടെ പാതിരാത്രിക്ക് പല വണ്ടികളും ഫോറസ്റ്റിൻ്റെ മൂടിക്കെട്ടിയുള്ള വണ്ടികൾ രാത്രി 12 മണിക്ക് ശേഷം ഇതിലൂടെ വരുന്നുണ്ടെന്ന് ഇതിൻ്റെ എൻട്രൻസിലുള്ള ഒരു വ്യക്തി പല യാത്രയുണ്ട്. അവർക്കുണ്ട്. ഇവിടെ കൊണ്ടുവന്ന് മൃഗങ്ങളെയെല്ലാം ചാടിച്ചു വിടുന്നുണ്ട്. ഇമ്പിടി മൃഗങ്ങളെ അവിടെ നിന്ന് വിടുന്നും പിടിക്കുന്ന മൃഗങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിടുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ മൃഗങ്ങളെ അഴിച്ചുവിട്ട് ജനങ്ങളെ ഭീഷണിപ്പെടുത്തി എങ്ങനെയും ഇറക്കി വിടുക. കാരണം ഇവിടെയുള്ള ആളുകൾ മുഴുവൻ കാരണം ഇപ്പോൾ ഇതെല്ലാം പരസ്യമായിട്ട് ഞങ്ങൾക്ക് TV ചാനലിൽ കൂടെ പോലും പറയുവാൻ മടിയുണ്ട്. കാരണം ഇവിടെയുള്ള അനേകം പ്രായപൂർത്തിയായ ആണുങ്ങൾക്കൊക്കെ വിവാഹം ആലോചനയൊന്നും നടക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനക്കാട്ടിലേക്ക് വിടുന്നില്ല എന്നുള്ള ഒരു ധാരണയും ഞങ്ങൾ എല്ലാ തരത്തിലും വളരെ മാനസികമായിട്ടും, കാരണം രാത്രി ഉറക്കമില്ല കൃഷിക്കാരെ സംബന്ധിച്ച്. രാത്രിയിലും പകലും കുരങ്ങന്മാരെയും കൃഷി ചെയ്യാൻ സാധിക്കില്ല. അപ്പം പിടിയാ വിലയ്ക്ക് വാങ്ങിച്ചെടുക്കുവാൻ ഉള്ള ലോബികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ആ ലോബികൾ മുഖേന ഞങ്ങളുടെ സ്ഥലം മുഴുവൻ പിടിച്ചെടുക്കുക നിസ്സാര വിലയ്ക്ക്. കാരണം യുവജനങ്ങളൊന്നും നിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആകെ ഞെരുക്കത്തിലുള്ള ഒരു അവസ്ഥയിൽ ഈ റോഡ് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഒരു ശുഭപ്രതീക്ഷയാണ് ഞങ്ങളുടെ നാടിനെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും. കേരളത്തിൽ ടൂറിസം വികസനം തന്നെ വേറൊരു പാതയിലേക്ക് മാറും ഈ റോഡ് തെളിഞ്ഞു. ഈ റോഡ് ഇങ്ങനെ ഒരു സഞ്ചാരയോഗ്യമാണെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്കറിയാം മേളിലൊക്കെ വീടുണ്ട്, കൃഷിയിടങ്ങളാണ് ഈ കാണുന്ന, കപ്പയൊക്കെ നട്ടിട്ടുണ്ട്, റബ്ബറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മനുഷ്യവാസം ഇല്ല. അതൊരു മൃഗങ്ങളുടെ മൊത്തം ഒരു വിഹാര കേന്ദ്രമാക്കി മാറ്റിയെടുക്കുന്നതിന് കൂടി ലക്ഷ്യമാണ്. അതുവഴി ഈ ഒരു പറമ്പിലേക്കൊക്കെ സുഖമായിട്ട് ആനകൾക്കും മൃഗങ്ങൾക്കും കടന്നു വരാം. അപ്പോൾ ഈ പ്രദേശത്തുള്ളവരും കൂടി ഒഴിഞ്ഞു പോകണം. അതെ, അതായത് ഈ കുട്ടമ്പുഴ പഞ്ചായത്ത് തന്നെ ഇല്ലാതാക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു എളിയ അപേക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നാട്ടിൽ മുഴുവനും വികസന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൊന്നുംവിലയ്ക്ക് എടുക്കുക എന്ന് പറയും. റോഡിൻ്റെ വികസനത്തിന് പൊന്നുംവിലയ്ക്ക് എടുക്കുക. അപ്പം ഒരു 4 ഇരട്ടി ഇവിടുത്തെ താരിപ്പ് വിലയുടെ 4 ഇരട്ടി ക്യാഷ് തന്ന് ഞങ്ങളെ ഇറക്കി വിടട്ടെ. കുട്ടമ്പുഴ പഞ്ചായത്ത് മുഴുവൻ ഫോറസ്റ്റ് ആകട്ടെ. ഞങ്ങളെല്ലാവരും സന്നദ്ധരാണ്. ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ഇറങ്ങാൻ സന്നദ്ധരാണ്. ഇവിടെ അവർക്ക് അങ്ങനെ ഒരു രഹസ്യ അജണ്ട ഉണ്ടെങ്കിൽ, അല്ലാതെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് വിടുന്ന മന്ത്രിമാരും ജനപ്രതിനിധികളും ഉറക്കം തൂങ്ങി നിയമസഭയിലിരുന്ന് ഇതൊന്നും ഞങ്ങളൊന്നും അറിഞ്ഞില്ല ദേവനാരായണ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. ഞങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ഞങ്ങളെ കഷ്ടത്തിലാക്കരുതെന്ന് ബഹുമാന്യരായ അധികാരികളോട് അപേക്ഷിക്കുവാൻ മാത്രമേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും ജനങ്ങൾക്കും ഉള്ള ഒരു പ്രതീക്ഷയാണ് ആലുവ മൂന്നാർ. ഇത് പണ്ടേ മുതലേ അന്ന് രാജാക്കന്മാരുടെ കാലത്ത് ഉപയോഗിച്ചിട്ടിരുന്ന റോഡായിരുന്നു. ഇപ്പം അത് ഒരു ചെറിയൊരു മല അവിടെ ഇടിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന ഒരു കാരണത്താൽ മാത്രമാണ് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഇത് നശിച്ചു പോവുകയാണ് ഇവിടെ കിടന്ന്. ഒന്നുമല്ലാത്ത രീതിയിൽ ആർക്കും പ്രയോജനമില്ലാത്ത രീതിയിൽ ആയേക്കുവാണിത്. അപ്പോൾ അവർക്ക് ഫോറസ്റ്റുകാർക്ക് മാത്രമാണ് അകത്ത് പ്രവേശനമുള്ളൂ. മറ്റുള്ള ഒരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആരെയും അവിടേക്ക് കടത്തിവിടത്തില്ല. അങ്ങനെ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം. ഇത് എത്രയും പെട്ടെന്ന് തുറന്നു വരുവാണെങ്കിൽ ജനങ്ങൾക്ക് ശുഭപ്രതീക്ഷയുണ്ട്. നാട് വികസനം ഉണ്ടാവും, റോഡുകൾ വരും, വാഹനങ്ങൾ കടന്നു പോകും. മൂന്നാറും ഈ പഴയ ഇപ്പോൾ അടിമാലി വഴി പോകുന്ന മൂന്നാർ റോഡും ഇതും തമ്മിൽ ഒരു 30 കിലോമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ട് നിലവിൽ. നമ്മൾ തൊട്ട് മുമ്പ് ഇറങ്ങി കാണുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത പാലാണല്ലേ? ഇന്നും പണിത പാലാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത്, സിമെൻറ്റ് പാലം. ഇന്നും അത് കേടുകൂടാതെ ഇപ്പോഴും നിലവിൽ പുരാവസ്ഥമായിട്ട് കിടക്കുന്നു.